ഇപ്പോൾ കെ ശൈലജ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആർഒയോടും എല്ലാം പറഞ്ഞിരുന്നു, പോളിംഗ് കുറച്ച് സ്പീഡായിട്ടില്ലെങ്കിൽ എന്തായാലും വൈകുന്നേരം ബുദ്ധിമുട്ടും എന്നുള്ളത് പറഞ്ഞിരുന്നു. വൈകുന്നേരം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു കൂട്ടർക്കല്ലല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. അത് തോന്നിയ എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ പലയിടത്തും, അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർമാരോട് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ വൈകിയാൽ ഒരു മിനിറ്റിലൊരു 1-2 വോട്ടൊക്കെ മാത്രമായിട്ട് ചെയ്താൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് ഈ ബീപ്പ് ശബ്ദം കേൾക്കാതെ, വി പാറ്റും കൂടി ഉള്ളതുകൊണ്ട് ബീപ്പ് ശബ്ദം കേൾക്കാൻ ഇത്തിരി താമസം വരുന്നുണ്ട്. ചില മെഷീനുകളിൽ പെട്ടെന്ന് കേൾക്കുന്നുണ്ട്, ചിലതിൽ താമസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പോയ ബൂത്തിലൊക്കെ എനിക്ക് എല്ലാവിടെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്ര സ്ലോ ആയാൽ വൈകുന്നേരം വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കണ്ടത്, വളരെ സ്ലോ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ ഓപ്പൺ വോട്ട് ചെയ്യാൻ അതിൻ്റെ ഒരു ഇത് വന്നപ്പോഴുള്ളൊരു തടസ്സം, തൽക്കാലം കുറച്ച് നേരം ഓപ്പൺ വോട്ട് നിർത്തി വെക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എല്ലായിടത്തും വലിയ പ്രശ്നമുണ്ട്, ഓപ്പൺ വോട്ട് നിർത്തി വെക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. അതൊരാളിപ്പോൾ എനിക്കൊരു സഹായി വേണം വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഏത് പാർട്ടി ആയാലും അത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തർക്കം ചെറുതായിട്ടൊരു ആശയക്കുഴപ്പമുണ്ടാക്കി കുറച്ച് നേരം എന്നുള്ളതും തോന്നി. പിന്നെ ഈ വോട്ട് വൈകിയത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, പലയിടത്തും ഇങ്ങനെ എനിക്ക് തോന്നി സിസ്റ്റത്തിൻ്റെ ഒരു തരക്കേടാണ് എന്നുള്ളതാണ്. ചിലയിടത്ത് വളരെ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട്, ചിലയിടത്ത് വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത്. ഈ ഒരു വിഷയത്തിൽ LDF ഇടപെടുമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വീഴ്ചയായിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എവിടെ. വോട്ട് വൈകാറുണ്ട് സാധാരണ, ചിലപ്പോൾ 6 മണിക്ക് ക്യൂവിൽ നിന്നവർ 8-8:30 വരെയൊക്കെ പോകാറുണ്ട്. ഇത്ര ഒരിക്കലും വൈകിട്ടില്ല. ഞാനുണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു 10:30 കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ ക്യൂ നിന്നവർ തീരണമെങ്കിൽ എന്തായാലും 11 മണി കഴിയണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അതെന്താണെന്നുള്ള പരിശോധിക്കാൻ പറയാം. പക്ഷേ രാവിലെ തന്നെ ആർഒമാരോടൊക്കെ പറഞ്ഞിരുന്നു, ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇത് വളരെ മന്ദഗതിയിലാണ് പോകുന്നത്, ഇടപെട്ടിട്ടില്ലെങ്കിൽ വൈകുന്നേരം വൈകും എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്താണെന്ന് പരിശോധിക്കട്ടെ. അവരെന്താണെന്നറിയില്ല, എനിക്കങ്ങനെ കരുതിക്കൂട്ടി ഉദ്യോഗസ്ഥരങ്ങനെ ചെയ്തു എന്നുള്ള തോന്നൽ ബൂത്ത് പോയപ്പോൾ ഉണ്ടായിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരിചയക്കുറവോ അതെല്ലാം ഇതിനിടയായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പൊതുവേ അവർ പറഞ്ഞത് ഇതാണ്, ബീപ്പ് ശബ്ദം വരുന്നത് വരെ കാത്തുനിൽക്കുന്നു. പക്ഷേ ചിലയിടത്ത് അവർ വളരെ സൂക്ഷ്മതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരാൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയാലേ അടുത്തയാളെ പേര് വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ പെട്ടെന്ന് പേര് വിളിച്ചിട്ട് മഷിയൊക്കെ പുരട്ടി നിൽക്കാമല്ലോ മറ്റേ ആൾ ഇറങ്ങി പോകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ സ്പീഡാക്കണമെന്ന് പറഞ്ഞിരുന്നു. വോട്ടിംഗ് വൈകിയതുമായി ബന്ധപ്പെട്ട പ്രതികരണമായിരുന്നു കെ ശൈലജയുടേത്. ഏതായാലും UDF ആരോപിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു അട്ടിമറി എന്ന ഒരു സംശയം LDF സ്ഥാനാർത്ഥിക്കില്ല. പക്ഷേ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവോ മറ്റു കാരണങ്ങളോ ഈ സംവിധാനത്തിൻ്റെ പോരായ്മയാകാം ഇത്തരത്തിൽ വൈകിയതെന്നാണ് കെ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെടുന്നത്.